വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ മഹാരാജാസ് കോളേജിൻ്റെ ഡിഗ്രി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷകൾ maharajas.ac.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ മഹാരാജാസ് കോളേജ് ഓട്ടോണോമസ് കോളേജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് സ്വയം ഭരണാധികാരമുള്ള കോളേജാണ്. അതായത് സ്വന്തമായിട്ട് കരിക്കുലവും അതുപോലെ തന്നെ എക്സാം ഡേറ്റുകളും അതുപോലെ തന്നെ ഈ സിലബസും മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ടുള്ള ഒരു അധികാരമുള്ള കോളേജുകളെയാണ് ഓട്ടോണോമസ് കോളേജ് എന്ന് പറയുന്നത്. കേരളത്തിൽ ഗവൺമെൻറ്റിന് കീഴിലുള്ള ഏക ഓട്ടോണോമസ് കോളേജാണ് ഈ ഒരു മഹാരാജാസ് കോളേജ് എറണാകുളം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഈ ഒരു വെബ്സൈറ്റ് വഴി ഈ ഒരു അപേക്ഷ നൽകുക എന്നുള്ളതാണ്. അപേക്ഷാ ഫീസ് 100 രൂപ മാത്രമാണ് വരിക. PGക്കാണെങ്കിൽ നിങ്ങൾക്ക് 200 രൂപയുമാണ് വരിക. SC/ST വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീസിൻ്റെ പകുതി ഫീസാണ് വരിക. അതായത് ഒരു UG കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് 100 രൂപയാണ് അപേക്ഷാ ഫീസെങ്കിൽ SC/ST വിദ്യാർത്ഥികൾക്ക് 500 അല്ല, അതായത് 50 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ maharajas.online.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് maharajas.ac.in/index.php അതായത് നിങ്ങളിപ്പോൾ മുകളിൽ കാണുന്ന ഈ ഒരു അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ക്ലിക്ക് ടു വ്യൂ UG പ്രോസ്പെക്ടസ്, അതുപോലെ ക്ലിക്ക് ടു വ്യൂ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അതുപോലെ തന്നെ ഇവിടെ ഒരു വീഡിയോ നൽകിയിട്ടുണ്ട്. അതായത് ഈ ഒരു 4 വർഷ ഡിഗ്രി കോഴ്സാണ് ഇത്തവണ മുതൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലേക്ക് നടത്തുന്നത്. അപ്പോൾ ആ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ചെറിയൊരു വിവരണമാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ 4 വർഷത്തെ ഓണേഴ്സ് ബിരുദമാണ്. ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് 3 വർഷം പഠിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ 4 വർഷത്തെ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ PG പഠനം 1 വർഷം മാത്രം ചെയ്താൽ മതി. അതുപോലെ തന്നെ 4 വർഷം ഓണേഴ്സ് വിത്ത് റിസർച്ച് പ്രോഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ PGക്ക് നേരിട്ട് പ്രവേശനമുണ്ട്. 3 വർഷ ബിരുദ പഠനവും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ തിരഞ്ഞെടുക്കാം. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് സെമസ്റ്ററിൽ മറ്റൊരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ പഠനം 1 വർഷം മാത്രം നിങ്ങൾക്ക്, അതായത് ഈ ഒരു 4 വർഷത്തെ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം മാത്രമേ PG ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഇവിടെ പ്രോസ്പെക്ടസും നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രോസ്പെക്ടസും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളതെന്ന് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് നിലവിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അപേക്ഷ നൽകിയ ശേഷം അതിൻ്റെ കോപ്പിയോ മറ്റു കാര്യങ്ങളോ ഒന്നും നിങ്ങൾ അതായത് കോളേജിലേക്ക് അയക്കേണ്ടതില്ല എന്നുള്ള കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അഡ്മിഷൻ ഫീസ്, അതുപോലെയുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ, റിസർവേഷൻ ഫോം, നോമിനീസ്, അതുപോലെ തന്നെ ഈ ഫീസ്, അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് എന്നുള്ളതും അതുപോലെ എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് എന്നുള്ള ആ ഒരു ഡീറ്റെയിൽസും ഈ ഒരു വെബ്സൈറ്റിൽ പ്രോസ്പെക്ടസിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസ്പെക്ടസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് വായിച്ച് നോക്കുക. അതുപോലെ NCC NSS ഇതുപോലുള്ളവയിൽ ഉള്ളവർക്ക്, അതുപോലെ തന്നെ മറ്റ് ക്ലബ്ബുകൾ ഇതുപോലുള്ളവർക്ക്, അതായത് മറ്റ് ഇതുപോലുള്ള ആക്ടിവിറ്റികളിൽ ഉള്ള വിദ്യാർത്ഥികൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു അതായത് ബോണസ് പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ NCCയിൽ B സർട്ടിഫിക്കറ്റ് കിട്ടിയുള്ള വിദ്യാർത്ഥികൾക്ക് 5 ബോണസ് പോയിൻറ്റ് എക്സ്ട്രാ വരും. അതുപോലെ NCCയിൽ 75% ഹാജറുള്ള വിദ്യാർത്ഥികൾക്ക് ഏകദേശം 15 ബോണസ് പോയിൻ്റ് ആണുള്ളത്. ഇതിനോടൊപ്പം അഡീഷണൽ ആയിട്ടാണ് ഈ ഒരു NCCയിൽ B ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 5 ബോണസ് പോയിൻറ്റ്, അതായത് ടോട്ടൽ 20 ബോണസ് പോയിൻറ്റ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അപ്പർ ഏജ് ലിമിറ്റീസ് ഈ ഒരു 25 വയസ്സാണ്. ഈ ഒരു UG കോഴ്സുകൾ പഠിക്കാനുള്ള, അതായത് സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ എടുക്കാനുള്ള അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു 25 വയസ്സായിട്ടാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ അക്കാദമിക് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഓരോ കോഴ്സിൻ്റെയും എലിജിബിലിറ്റി എന്താണെന്നുള്ള ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ +2 പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് PG കോഴ്സിൻ്റെ, അതായത് 5 വർഷത്തെ കോഴ്സാണ് ഇൻ്റഗ്രേറ്റഡ് PG എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ റിസർവേഷനുകളുണ്ട്, അതുപോലെ റിസർവേഷനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ വേണം എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റ് വരികയാണെങ്കിൽ അപേക്ഷ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ക്യാൻസൽ ചെയ്യുമെന്നുള്ള ആ ഒരു വിവരം കൂടി ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അപേക്ഷ നൽകുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധാപൂർവ്വം നൽകുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നെഗറ്റീവ് പോയിൻ്റ് ഉണ്ട്. അതായത് നിങ്ങൾ എത്ര തവണയാണ് ഒരു +2 ജയിക്കാനായിട്ട് പരീക്ഷ ചെയ്തിട്ടുള്ളത്, നമ്പർ ഓഫ് ചാൻസ് എത്രയുണ്ട്, അതിനനുസരിച്ച് നെഗറ്റീവ് മാർക്ക് വരുന്നുണ്ട്. 1 ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് ഒന്നുമില്ല. അപ്പോൾ 2 മുതൽ ആണ് നെഗറ്റീവ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കോഴ്സിൻ്റെയും ഇൻഡെക്സ് മാർക്ക് എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒരു പ്രോസ്പെക്ടസിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അലോട്ട്മെൻറ്റ് മെമോ, അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസും ഒക്കെ ഇതിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫീസ് ഡീറ്റെയിൽസും കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഫീ കൺസെഷൻ ആവശ്യമുള്ള വിദ്യാർത്ഥികൾ ഇൻകം സർട്ടിഫിക്കറ്റ് നൽകണോ വേണ്ടോ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. ഈ ഒരു അഡ്മിഷനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റുകൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഇതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്, അതുപോലെ ഫീസ് എത്ര, അതായത് ഈ ഒരു അപേക്ഷയല്ല ഈ ഒരു അഡ്മിഷൻ ലഭിച്ചാൽ എത്ര ഫീസ് വരുമെന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ കിട്ടുകയാണെങ്കിൽ കുറഞ്ഞ ഫീസിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാം. അതേസമയം സെൽഫ് ഫിനാൻസിലാണ് കിട്ടുന്നതെങ്കിൽ, അതായത് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലാണ് നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോഴ്സ് ഉണ്ട്. സെൽഫ് ഫിനാൻസ് കോളേജല്ല, സെൽഫ് ഫിനാൻസ് കോഴ്സിൻ്റെ. അപ്പോൾ ആ ഒരു കോഴ്സിന് ഏകദേശം, അതായത് വിദ്യാർത്ഥികൾക്ക് എത്ര രൂപയാണ് ഫീസ് വരുന്നത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. പ്രോസ്പെക്ടസ് എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ചെയ്യാനായിട്ടും സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ICSE ആയാലും CBSE ആയാലും അല്ലെങ്കിൽ സ്റ്റേറ്റ്
അതായത് ഈ ഒരു സ്റ്റേറ്റ് ബോർഡിൽ പഠിച്ച വിദ്യാർത്ഥി ആയിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷനായിട്ട് എങ്ങനെയൊക്കെയാണ് ആ ഒരു രീതിയിൽ റാങ്ക് പട്ടികയൊക്കെ തയ്യാറാക്കുന്നത് എന്നുള്ള സംബന്ധിച്ചുള്ള ആ ഒരു ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ തന്നെ പ്രോസ്പെക്ടസ് നോട്ടിഫിക്കേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൗ ടു അപ്ലൈ എന്നുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ UG അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, അതായത് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ ഫുള്ളായിട്ട് വായിച്ച ശേഷം മാത്രം അപേക്ഷ നൽകുക, കാരണം അപേക്ഷ തെറ്റിപ്പോകരുത്. അപ്പോൾ സാധാരണ അപേക്ഷ നൽകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ് വേണം, ആ ഒരു ഡോക്യുമെൻറ്റ് മാത്രമാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അതുപോലെ ഇതിൽ പ്രത്യേകം ഇവിടെ നൽകിയിട്ടുണ്ട്, അതായത് നിങ്ങൾ നൽകിയ ഇൻഫർമേഷൻ എന്തെങ്കിലും കാരണവശാൽ തെറ്റാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ യാതൊരുവിധ കാരണവശാലും നോട്ടീസ് ഇല്ലാതെ തന്നെ റിജക്റ്റ് ചെയ്യും എന്നുള്ളത് പ്രത്യേകം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഈ ഒരു ഹോം പേജിൽ തന്നെ, അതായത് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപേക്ഷ UG പ്രോഗ്രാം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. UG എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിഗ്രി കോഴ്സാണ്. PG അതായത് ഈ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു PG കോഴ്സാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് നൽകിയ ശേഷം മാത്രം അത് ഡീറ്റെയിൽസ് നൽകുമ്പോൾ തെറ്റിപ്പോകരുത്. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ നൽകുന്ന ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റാണ് എന്നുള്ള കാര്യവും അതുപോലെ തന്നെ ഇതിൽ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ വായിച്ച ശേഷം മാത്രം ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ലാസ്റ്റ് ഡേറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ ഈ ഒരു മെയ് 18-ാം തീയതി മുതൽ, അതായത് ഇന്നലെ മുതൽ ഈ ഒരു അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതായത് എറണാകുളത്തെ മഹാരാജാസ് കോളേജിൽ അഡ്മിഷൻ നേടാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ അപ്ലൈ ചെയ്ത് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന ടൈമും ഡേറ്റൊക്കെ വെബ്സൈറ്റിൽ കറക്റ്റായിട്ട് വരും. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.